കഴിഞ്ഞ ദിവസം ഞാനൊരു 2014 ഫോർച്യൂണർ കാണിച്ചിട്ടുണ്ടായിരുന്നു 4x2 ഓട്ടോമാറ്റിക്. അത് പെട്ടെന്ന് തന്നെ അങ്ങ് പോയി. അപ്പോൾ ഈ പ്രാവശ്യം ഇതാ ഈ പുറകിൽ കിടക്കുന്ന ഫോർച്യൂണർ ഇത് 2015 ആട്ടോ. 15 ആവുന്ന സമയത്ത് വ്യത്യാസങ്ങൾ അറിയാലോ, അലോയുടെ കളറ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയി വരും. അതുപോലെ തന്നെ ഇയർ ഒരെണ്ണം കൂടുകയും ചെയ്യും. 2014-15 ആകുമ്പം ഒരു ഇയർ കൂടുമല്ലോ. അപ്പോൾ ഈ ഒരു ഫോർച്യൂണറാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് 1,61,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ത്രൂ ഔട്ട് കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. 1.50 ഇതിന് ടൈമിംഗ് ചെയിൻ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ബോഡീൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ 2015 ഗ്ലാസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ബോണറ്റൊന്നും മാറിയിട്ടില്ല വണ്ടിയുടെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഗ്ലാസ് ഒക്കെ 2015 തന്നെയാണ്. ഡോറും ഒറിജിനൽ ഡോറാണ് കേട്ടോ വണ്ടിയിൽ. ഇനി ഇൻറ്റീരിയർ ഭാഗം കൂടി നമുക്ക് ഏതായാലും നോക്കാം. നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയറാണ്. കാരണം ഇത്ര ഓടിയെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ സർവീസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ബട്ടൺ സ്റ്റിയറിംഗ് വീൽ കൺട്രോളിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, വലിയൊരു തേയ്മാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയുണ്ട്. സീറ്റൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കേട്ടോ. റൂഫും നല്ല വൃത്തിയുണ്ട്. ഓൾ റോഡ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, നല്ലൊരു രീതിയിൽ ഉപയോഗിച്ച വണ്ടിയാണെന്നുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഈ ഒരു പുറകിലെ ഡോറ് നോക്കാം, ഒറിജിനൽ ഡോറ് തന്നെയാണ്. ഈ ഒരു സീറ്റ് കാര്യങ്ങളും ഒക്കെ നല്ല വൃത്തിയിൽ തന്നെയാണുള്ളത്. പിന്നെ ഇതിൻ്റെ മേജർ ഒരു ഹൈലൈറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടയർ ഭാഗങ്ങളാട്ടോ. ടയർ നിങ്ങൾ കണ്ടില്ലേ, ഒരു 95 പുതിയ ടയറാട്ടോ. അത് നല്ല പുതിയ ടയറാണ്. ഈ ഒരു ലെഫ്റ്റ് സൈഡത്തെ 2 ടയറും പുതിയതാണ്. നമുക്ക് ആ സൈഡത്തെ നോക്കാം. അതിന് മുന്നേയായിട്ട് ഈ ഒരു ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബമ്പറിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡോറ് റീപെയിൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് പോളിഷ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നുണ്ട്. ഈ വീൽ ആർച്ചും റീപെയിൻറ്റഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡോറ് മാറിയിട്ടില്ല. അതുപോലെ തന്നെ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഔട്ടറിലുള്ള ആ ഒരു റീപെയിൻറ്റ് മാത്രം. അപ്പോൾ സ്വാഭാവികമാണ്, ഡൽഹിയിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു പോളിഷ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സൈഡിലൊന്നും ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. പുറകിലെ ഡിക്കി ഒറിജിനലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഫോർച്യൂണർ 14 കാണിച്ച പോലെ തന്നെയാണ് ഈ വണ്ടിയും ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. ഇവിടെ ഒന്നും തട്ടലൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഇത് കാണിക്കലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വീഡിയോയ്ക്കകത്തൊന്നും കാണിക്കലായിരുന്നു. കണ്ടോ, ഈ പഞ്ചിങ് മാർക്കൊക്കെ അതേപോലെ തന്നെയുണ്ട്. ഇത് റെസ്റ്റ് അല്ല കേട്ടോ, ഇതാ ഗ്രീസാണേ. ഈ വണ്ടീൻ്റെ മുകളിൽ ഇവിടെ റെസ്റ്റും ഇല്ല. അധിക വണ്ടിക്കും ഒരു 90% വണ്ടിയുടെ ഈ ഒരു വീഡിയോ കഴിച്ചാൽ അവിടെ റെസ്റ്റ് കാണലുണ്ട്. കാരണം വെള്ളം നിൽക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് അവിടെ റെസ്റ്റും ഇല്ല. 4x2 ഓട്ടോമാറ്റിക് ആണ്. പുറകിലും ബമ്പറിൻ്റെ മുകളിലൊക്കെ ഒന്ന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ 2 ബമ്പറും നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് പോളിഷും കൂടി ചെയ്യാനുണ്ട്. ഈ ഒരു ഗ്ലാസ് ടൊയോട്ട ഗ്ലാസ്സാണ്. ഈ സൈഡത്തെ 2 ടയറും ആ സൈഡ് പോലെ തന്നെ അത്യാവശ്യം നല്ല കട്ടയുണ്ട്. പുതിയ ടയറാണ്. ഈ ഒരു ടയർ കണ്ടില്ലേ, ഒരു 95% ഈ ഒരു ടയർ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 4 ടയറും പുതിയതാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റെപ്പിനി കൂടി നോക്കിയാൽ എന്താ സ്ഥിതി എന്നുള്ളത്. സ്റ്റെപ്പിനി പുതിയതാട്ടാ, കണ്ട. അപ്പോൾ 5 ടയറും പുതിയതാണ്. ടയറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇനി നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു പ്രാവശ്യം ഞാനിങ്ങനെ ടയർ പുതിയതായ ഒരു വണ്ടി കാണിച്ച സമയത്ത് എനിക്കൊരു ആൾ വിളിച്ചു ചോദിച്ചിരുന്നു, ചൈന ടയറും അല്ല ആണോ എന്നുള്ള കാര്യം നോക്കണേന്ന്. അപ്പോൾ ഇത് ഏതാ ഇത് ഈ ഒക്കഹാമയുടെ ടയറാട്ടോ. അപ്പോൾ ചൈനീസ് ടയറും അല്ല, നല്ല വിലയുള്ള ടയറുമാണ്. ഇതിനുള്ളിലൊക്കെ ചെളിയുണ്ട് കേട്ടോ നല്ല രീതിയിൽ. നമ്മുടെ നാട്ടിലെത്തിയാലേ വണ്ടികളൊക്കെ നല്ലോണം വെള്ളം കാണുള്ളൂ. ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് അവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്കുള്ള 15, 15, 15 എല്ലാ ഗ്ലാസും ഒറിജിനലാണ്. ഡോറ് പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെയുണ്ട്. ഈ സൈഡിലെ ഡോറും ഒറിജിനലാണ്. സീറ്റൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു സെക്കൻഡ് വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് എന്താണെങ്കിലും ചെറിയ രീതിയിൽ നമ്മളൊരു ക്യാഷ് മുടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ ഭാഗം നോക്കലുണ്ടല്ലോ, അത് അവിടെ ചെറുതായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും ഒരു എമൗണ്ട് എന്തായാലും മാറ്റി വെക്കണം. ഒരു യൂസ്ഡ് വാഹനമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ
തീർച്ചയായിട്ടും നമ്മളേതായ രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ചെറിയൊരു എമൗണ്ട് നമ്മൾ എന്തായാലും മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ഈ ഒരു ഡോറും ഒറിജിനൽ ഡോറാണ്. ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടിയുടെ. ഓഡോമീറ്ററിൽ 1,61,000 കിടക്കുന്നത്. 1,61 ഫുള്ള് കമ്പനി സർവീസിലുള്ള വണ്ടി കേട്ടോ. സ്റ്റിയറിംഗ് കവർ ഒന്ന് മാറ്റാറായിട്ടുണ്ട്. ചെറിയൊരു തേയ്മാനത സ്റ്റിയറിംഗ് കവറിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കാണ്, 4x2 ഓട്ടോമാറ്റിക്കാണ് വണ്ടി വരുന്നത്. ഇനി ഹിസ്റ്ററി ഞാൻ നോക്കിയിരുന്നു കേട്ടോ. ഹിസ്റ്ററി ഓൾറെഡി എടുത്തിട്ടുണ്ട്. 1,51,000 ലാസ്റ്റ് സർവീസ്. അത് ലാസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് ഈ കൊല്ലം ജൂണിലാണ് ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളത്. അതുവരെ ത്രൂ ഔട്ട് കമ്പനി സർവീസാണ്. ഓരോ 10,000 കിലോമീറ്ററിലും സർവീസിന് കയറിയിട്ടുണ്ട്. എല്ലാ ജനറൽ സർവീസിനും കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ലാസ്റ്റ് സർവീസ് മാത്രം നോക്കിയാൽ പോരാ, അതിന് മുന്നത്തെ സർവീസ് കാര്യങ്ങളൊക്കെ നോക്കണം. കറക്റ്റ് പീരീഡിൽ കറക്റ്റ് കിലോമീറ്ററിൽ ഇൻ്റർവെല്ലിൽ ആ ഒരു സർവീസ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്താനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഹിസ്റ്ററി നോക്കിയ സമയത്ത് എല്ലാം കറക്റ്റ് ത്രൂ ഔട്ട് ആ ഒരു ടൈം പീരീഡിൽ തന്നെ സർവീസ് ചെയ്തു പോകുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ നമ്മളൊരു സർവീസ് എന്തായാലും ഒരു ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അത് നമ്മളെന്തായാലും ചെയ്യേണ്ടി വരും. അത് പിന്നെ ഏത് യൂസ്ഡ് കാർ എടുക്കുന്ന ആളോടും ഞാൻ ഡൽഹിയിൽ നിന്ന് എടുക്കുന്ന ആളോടും പറയാറില്ല. നമ്മൾ നാട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മളൊന്ന് കമ്പനിയിൽ കയറ്റാം. മീൻസ് ടൊയോട്ടയിൽ തന്നെ കയറ്റണമെന്നില്ല. നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പണി അറിയാവുന്ന ഒരു മെക്കാനിക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കാണിച്ചാൽ മതി. ഈ ഒരു വണ്ടിയൊക്കെ സംബന്ധിച്ച് ഏത് പാർട്സും എല്ലാ മുക്കുമൂലയിലും കിട്ടും. ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഈ ഒരു വണ്ടി വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഓയിൽ സർവീസ് ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ സർവീസ് ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ കൂളൻ്റ് കാര്യങ്ങൾ നോക്കുക. പിന്നെ ഗിയർ ഓയിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് മാറ്റാറായിട്ടുണ്ടെങ്കിൽ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാൻ പറ്റും. നമ്മളൊരു 10,000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് പിന്നെ കയറ്റിയാൽ മതി. അപ്പോൾ ആ ഒരു ഇത് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഓയിലൊക്കെ ഇല്ലാണ്ട് വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നവും. പിന്നെ നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മൾ നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഗ്രില്ല് ഒന്നും ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. കാലപ്പഴക്കത്തിൻ്റെതായ ഒരു ചെറിയൊരു ഫെയ്ഡ്നെസ് ഹെഡ് ലാമ്പിൻ്റെ മുകളിൽ ആ ഒരു യെല്ലോയിഷ് കളർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാനുണ്ടാവും. പിന്നെ ബമ്പർ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടാവും. ബമ്പറിൻ്റെ മുകളിൽ ഞാൻ ഒരു ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങൾ കണ്ടിരുന്നു. ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. കാരണം ഈ ഒരു സൈഡിലൊക്കെ ചെറിയൊരു ക്രാക്ക് ഉണ്ട് ബമ്പറിൻ്റെ മുകളിൽ. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് തന്നെ കാണാൻ പറ്റും. അതുകൊണ്ടാ ചെറിയൊരു ക്രാക്ക്. അപ്പോൾ ഇവിടെയൊക്കെ എന്തായാലും ഡൽഹി റോഡിലൂടെ വേണ്ടിയൊക്കെ എന്തായാലും ബമ്പർ ചെറിയ തട്ടലുണ്ടാവും. അപ്പോൾ ഈ ബമ്പർ നമ്മളൊന്ന് റീപെയിൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലും കണ്ടില്ലേ അവർ 2 സ്ക്രൂ അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. HR20F വണ്ടി വന്നിട്ടുള്ളത്. ഇത് നമ്പർ അവർ റിട്ടേൺ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ ഒരു സിസ്റ്റം ഇല്ല. പക്ഷേ ഇവിടെയൊക്കെ നമ്പർ റിട്ടേൺ ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഫോർച്യൂണറിൻ്റെ മുകളിൽ കിടക്കുന്ന വണ്ടി, ഇപ്പോൾ ഈ ഒരു ഫോർച്യൂണർ വിൽക്കുന്ന സമയത്ത് അവർ വേറെ പുതിയ വണ്ടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പർ അവർക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പർ പുതിയ വണ്ടിയിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഫോർച്യൂണറിന് പുതിയ നമ്പർ കിട്ടും. അപ്പോൾ ഈ വണ്ടിയുടെ ഓൾറെഡി അവർ മാറ്റിയിട്ടുണ്ട്. പുതിയ നമ്പർ HR70 തുടങ്ങുന്ന ഒരു നമ്പറാണ്. പ്ലേറ്റ് മാത്രം മാറ്റിയിട്ടില്ല എന്നുള്ളൂ. അപ്പം അതിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ അതിലേക്ക് ഇട്ടിട്ട് പുതിയ നമ്പർ ഇനിഷ്യാവും. അതിൻ്റെ പ്രോസസ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആവുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അത് ഞാൻ എങ്ങനെയാണല്ലോ പറഞ്ഞുതരാം. ഗൾഫിലൊക്കെ പോയവർക്കറിയാം, ഗൾഫിലൊക്കെ ഉള്ള ഒരു സിസ്റ്റം. നമ്മുടെ കേരളത്തിൽ ആ ഒരു സിസ്റ്റം നിലവിലില്ല. ഇവിടെ ഡൽഹിയിലൊക്കെ ആ ഒരു സിസ്റ്റം ഉണ്ട്. നമ്പർ റിട്ടേൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. റൂഫ് നല്ല വൃത്തിയുള്ള റൂഫ് കേട്ടോ, ഡെൻ്റൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ റസ്റ്റിൻ്റെ പ്രശ്നം കൂടുതലായിട്ട്, അത് ലോ കിലോമീറ്റർ ഓടിയ ഫോർച്യൂണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 2 വാട്ടർ ചാനലിനകത്തും റസ്റ്റ് ഉണ്ടാവലുണ്ട്. കാരണം കിലോമീറ്റർ കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ ഈ നിർത്തിയിടുന്ന വണ്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഇവിടെ തുരുമ്പ് വരും. അപ്പോൾ കൂടുതൽ ഓടിയ വണ്ടിയാവുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഓട്ടോ ഓടിയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ റസ്റ്റിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഫോർച്യൂണറിനെ സംബന്ധിച്ച് അങ്ങനെയാണ്. കുറഞ്ഞ ഓട്ടോ ആണെങ്കിൽ റസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ റസ്റ്റ് ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. 2015 4x2 ഓട്ടോമാറ്റിക്കാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 1,61,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ത്രൂ ഔട്ട് കമ്പനി സർവീസാണ്. മെക്കാനിക്കലി യാതൊരു ഇഷ്യൂ ഇല്ല. അതുപോലെ തന്നെ സസ്പെൻഷനും പ്രശ്നങ്ങളില്ല, സ്റ്റെയറിങ്ങിനകത്തും പ്രശ്നങ്ങളില്ല. മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. 1,50,000 ടൈമിംഗ് ചെയിൻ ഒക്കെ മാറ്റിയിട്ടുണ്ട്. 5 പുത്തൻ ടയറുമാണ് വണ്ടിയുടെ മുകളിൽ. പുത്തൻ എന്ന് പറയുന്നതും വെറും പുത്തനല്ല, ഒരു 99% ത്രെഡ് ബാക്കിയുള്ള 5 ടയറുമാണ് വണ്ടീൻ്റെ മുകളിൽ കിടക്കുന്നത്. വില എന്ന് പറയുന്നത് 11,80,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില. അത് ഫൈനൽ റേറ്റാണ്. നമ്മൾ ഓൾറെഡി സംസാരിച്ച് ആ ഒരു റേറ്റ് കിട്ടിയാലേ കൊടുക്കുക എന്നുള്ളൊരു കണ്ടീഷനിൽ എത്തിയ സമയത്താണ്
ഞാൻ ഈ റേറ്റ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് എന്തായാലും ബാർഗെയിൻ ചെയ്ത് കിട്ടില്ല. ഇനി നേരിട്ട് പോയി ഇരുന്ന് സംസാരിച്ചാലും കുറയില്ല. ഈ റേറ്റിനാണെങ്കിൽ മാത്രം നമ്മൾ പോയിട്ട് അഡ്വാൻസ് കൊടുത്താൽ മതി. അത് ഞാൻ വീഡിയോക്കകത്ത് വീണ്ടും പറയുകയാണ്. കാരണം നമ്മൾ റേറ്റ് കുറയുമെന്ന് ഇനി എന്നെ വിളിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല. 11,80,000 രൂപയ്ക്ക് 2015 ത്രൂ ഔട്ട് കമ്പനി സർവീസുള്ള ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇവിടുത്തെ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. ഡൽഹിയിൽ നിന്ന് ഓണർ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ വരുന്ന പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. വണ്ടി ഡൽഹിയിലാണ് കിടക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ചാർജ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരും. നാട്ടിലെത്തിച്ചേരുന്ന പ്രൈസേ അല്ല. ലോൺ കിട്ടൂല. ഇവിടുന്ന് നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് നാട്ടിൽ കൊണ്ടുപോയി KL നമ്പർ ആക്കിയതിന് ശേഷം മാത്രമേ ലോൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം എന്നോട് 9 ലക്ഷത്തിനും 8 ലക്ഷത്തിനൊക്കെ ഫോർച്യൂണർ ഡൽഹിയിൽ നിന്ന് കിട്ടുമെന്നൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. വണ്ടികൾ ഇഷ്ടം പോലെ പല റേറ്റിലുള്ള വണ്ടികൾ ഇവിടെ കിട്ടാനുണ്ട്. ഈ കിടക്കുന്ന 2015 ഫോർച്യൂണർ, ഇത് 4x2 ഓട്ടോമാറ്റിക്കാണ്. ഇതേ ഇയറിലുള്ള വണ്ടികൾ വേണമെങ്കിൽ 10 ലക്ഷത്തിന് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ 13 ലക്ഷം കൊടുത്താലും കിട്ടാത്ത വണ്ടി മാർക്കറ്റിലുണ്ട്. വണ്ടിയുടെ വില എന്ന് പറയുന്നത് ക്വാളിറ്റി കമ്പയർ ചെയ്തിട്ടാണ് വില ഉണ്ടാവുക. അതുപോലെ തന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റിനകത്തുള്ള ഒരു ട്രാൻസ്പെറൻസി, പക്ക ഡോക്യുമെൻറ്റ് ക്ലിയർ ആയിട്ടും അതുപോലെ തന്നെ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ അത്യാവശ്യം വില ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വിലയ്ക്കകത്തുള്ള വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വണ്ടിക്ക് 11,80,000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇത് കൂടുതലായിരിക്കാം, ചിലപ്പോൾ ഇത് കുറവായിരിക്കാം. അപ്പോൾ ഇത് ഈ ഒരു വണ്ടിയുടെ ക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന നല്ലൊരു പ്രൈസിൽ തന്നെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും. കാരണം ഞാൻ ഈ ഒരു ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെ ഇതിലേക്കാട് കൂടുതൽ വില കൊടുത്ത് ഇതിന് മുന്നേയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ആകെ ഈ ഒരു ബോഡിയുടെ മുകളിൽ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ അപ്പുറത്തൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വേറെ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പക്ഷേ സർവീസ് നമ്മളൊന്ന് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സർവീസ് ചെയ്തതിനു ശേഷം എനിക്ക് തോന്നുന്ന ഒരു 9,000 സംതിങ് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ നമുക്കൊരു ഏകദേശം ഒരു 8,000 രൂപ, ഒരു 6,000 മുതൽ 8,000 രൂപ വരെ നമുക്കൊന്ന് ചിലവാക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഏതെങ്കിലും പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു ഷോറൂമായിട്ട് ഉടൻ തന്നെ കാണാം. അതിന് മുന്നായിട്ട് ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ വാട്സപ്പ് യൂസ്ഡ് കാർ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അതിനകത്ത് വാട്സപ്പിനകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ ഗ്രൂപ്പിന് ലിങ്ക് ഓട്ടോമാറ്റിക്കലി വരും. അതിനകത്ത് കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നല്ല വണ്ടികളുടെ ഫോട്ടോസ് അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ വരുന്ന വണ്ടികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ ഉടൻ തന്നെ കാണാം.